എല്ലാവർക്കും നമസ്കാരം. ഞാൻ കാന്തപുരം സ്കൂളിൽ 1ലാണ് പഠിക്കുന്നത്. ഞാനിന്ന് വന്നത് ഒരു കൊച്ചു കഥയുമായിട്ടാണ്. അപ്പം നമുക്ക് കഥയിലേക്ക് പോകാം. ഒരിക്കലൊരിടത്ത് ഒരു കർഷകനും ഭാര്യയും ഉണ്ടായിരുന്നു. അങ്ങനെ കർഷകനും ഭാര്യയും ഭയങ്കര പാവപ്പെട്ടവരായിരുന്നു. അങ്ങനെ കർഷകൻ ഒരു ദിവസം ആലോചിച്ച് നോക്കുമ്പോൾ ഒരു ഐഡിയ കിട്ടി. ഒരു താറാവ് കുഞ്ഞിനെ വാങ്ങി അതിൻ്റെ മുട്ടകൾ വിറ്റ് പൈസകൾ ഉണ്ടാക്കാം. അങ്ങനെ ഒരു താറാവ് കുഞ്ഞിനെ വാങ്ങി അതിൻ്റെ മുട്ടകൾ എന്ന് കരുതി അങ്ങനെ ഒരു താറാവ് കുഞ്ഞിനെ വാങ്ങി. അങ്ങനെ താറാവ് കുഞ്ഞ് കുറച്ച് ദിവസം കഴിയെ വലുതായി. അങ്ങനെ താറാവും കുഞ്ഞ് മുട്ടയിടുന്നതും കാത്ത് ഭാര്യയും ഭർത്താവും കാത്തിരുന്നു. അങ്ങനെ ഒരു ദിവസം താറാക്കുഞ്ഞ് മുട്ടയിട്ടു. ഭാര്യയും ഭർത്താവും ഓടിച്ചെന്ന് നോക്കുമ്പോൾ വെട്ടിത്തിളങ്ങുന്ന മുട്ട, സാധാ മുട്ടയല്ല, സ്വർണ്ണ മുട്ട. അങ്ങനെ ഭാര്യയും ഭർത്താവും തുള്ളിച്ചാടാൻ തുടങ്ങി. ഞങ്ങളുടെ കഷ്ടപ്പാടെല്ലാം തീർന്നു എന്ന് കരുതി. അങ്ങനെ ഭാര്യയും ഭർത്താവും താറാൻ കുഞ്ഞിൻ്റെ സ്വർണ്ണ മുട്ട വിറ്റ് വലിയ ധനികന്മാരായി. അങ്ങനെ ഒരു ദിവസം അവർക്ക് ഒരു മോശമായ ഐഡിയ തോന്നി. ഈ താറാവ് കുഞ്ഞ് ഓരോ ദിവസം ഓരോ മുട്ടയിടുന്നത് എടുത്ത് വിൽക്കുന്നതിനേക്കാളും നല്ലത് ഈ താറാക്കുഞ്ഞിൻ്റെ വയറു കയറി 100 മുട്ടയെടുത്ത് വിറ്റ് വലിയ ധനികന്മാരാവാം. അങ്ങനെ ഭാര്യയും ഭർത്താവും താറാക്കുഞ്ഞിൻ്റെ വയറ് കയറി. അപ്പോൾ താറാക്കുഞ്ഞിൻ്റെ വയറ് കയറി അപ്പോൾ ഒറ്റ മുട്ടയുമില്ല. താറാക്കുഞ്ഞാണെങ്കിൽ ചത്തുപോയി. ഇതിൽ നിന്ന് എന്താണ് മനസ്സിലായത്? അത്യാഗ്രഹം ആപത്താണ്. നന്ദി.